തിങ്കിൾ ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ ഞാൻ വരക്കുമായിരുന്നു. അതായത് 12th കഴിഞ്ഞ് എന്താ ചെയ്യാൻ പോകുന്നത്, നീറ്റാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ഐഡിയ വന്ന് കൺവെൻഷണൽ ആയിട്ടുള്ള കോഴ്സസ് ഒന്നും തിരഞ്ഞെടുക്കാണ്ട് എനിക്ക് താല്പര്യമുള്ള ആ ഒരു മേഖലയിലേക്ക് പോകാൻ അപ്പോഴേ ഞാൻ ചൂസ് ചെയ്തു. അപ്പോൾ ഏതെങ്കിലും ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു മേഖലയിൽ പെർസ്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കരിയർ. അപ്പോൾ ഞാൻ +1 മുതലേ തിങ്കിനെ ഫോളോ ചെയ്യുന്നുണ്ട്. അവിടുത്തെ ഓരോ പ്രോഗ്രാംസും കാര്യങ്ങളെല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് ഡിസൈനിങ്ങിലോട്ട് വരണം എന്നൊരു തോന്നലുണ്ടായി. ചെറുപ്പത്തിലൊരു 10th വരെയുള്ള ടൈമിൽ ഞാൻ ആവശ്യമില്ലാത്ത ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, സ്ക്രാപ്പിൽ നിന്നൊക്കെ ഓരോന്ന് എടുത്ത് ഉണ്ടാക്കുക. സ്കെച്ചിങ് അല്ലാണ്ട് ഞാൻ ഗിറ്റാറും ഇങ്ങനെ സിംഗിങ് ഒക്കെ ഉണ്ട്. സ്കെച്ചിങ്ങിൽ ചിലപ്പോൾ ഗിറ്റാറിൻ്റെ എന്തെങ്കിലും അല്ലെങ്കിൽ എൻ്റെ മ്യൂസിക് ആയിട്ടുള്ള എന്തെങ്കിലും സ്കെച്ചിങ് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കും. ഇത് ഒരു സെലിബ്രേഷൻസ് മിസ് ചെയ്യരുതെന്ന് ഞാൻ ആദ്യം പറയാം. ഒരു കോമ്പറ്റീഷൻസ് മിസ് ചെയ്യരുത്, ഒരു സെലിബ്രേഷൻസ് മിസ് ചെയ്യരുത്. അതിൽ നമ്മൾ അടിച്ചു പൊളിച്ചങ്ങ് പഠിച്ചു പോവാം. തിങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്കിന്നിവിടെ നമ്മുടെ പ്രിയപ്പെട്ട 5 വിദ്യാർത്ഥികളുണ്ട്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. ഹായ് എവരിവൺ, എൻ്റെ പേര് ആദിൽ ബി പ്രഭാകർ. ഞാൻ UC'ഡ് IIT എക്സാമിൽ കാറ്റഗറി റാങ്ക് 2 ആണ് കിട്ടിയത്. ഞാൻ IIT ബോംബെയിൽ പ്ലേസ് ആയിട്ടുണ്ട്. ഹായ് എവരിവൺ, ഞാൻ ഹരിദേവ് പ്രേം. എനിക്ക് UC'ഡ് IITയിൽ റാങ്ക് 44 ആണ്. അതുപോലെ തന്നെ NIDയിൽ റാങ്ക് 116 ആണ്. ഇപ്പോൾ IIT ഹൈദരാബാദിൽ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ഹലോ ഹായ്, എൻ്റെ പേര് റിജേഷ് രാജ്. ഞാൻ മലപ്പുറത്തു നിന്നാണ് വരുന്നത്. എനിക്ക് 2025 NIDയിൽ റാങ്ക് വന്നത് 15 ആണ്. ഞാനിപ്പോൾ NID അഹമ്മദാബാദിൽ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ഹായ് എവരിവൺ, എൻ്റെ പേര് തീർത്ഥ. ഞാൻ കാലിക്കറ്റിൽ നിന്നാണ്. എനിക്ക് NID കാറ്റഗറി റാങ്ക് 19 ഉണ്ട്. എനിക്ക് ഇപ്പോൾ NID അഹമ്മദാബാദ് പ്ലേസ്ഡ് ആയിട്ടുണ്ട്. എൻ്റെ പേര് ആവിഷ്. ഞാൻ മലപ്പുറത്ത് നിന്നാണ് വരുന്നത്. എനിക്ക് UC'ഡ് റാങ്ക് 4 ഉണ്ട്. പിന്നെ NID റാങ്ക് 13 ഉണ്ട്. എനിക്ക് NID അഹമ്മദാബാദും UC'ഡ് IIT മുംബൈയും കിട്ടി. ഞാനിപ്പോൾ IIT മുംബൈയിലാണ് പ്ലേസ് ആയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ സാധാരണയായിട്ട് +2 കഴിഞ്ഞ വിദ്യാർത്ഥികളെല്ലാം തന്നെ മെഡിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എന്നുള്ള യൂഷ്വൽ കോഴ്സുകളിലേക്കാണ് പോകുന്നത് കാണുന്നത്, അല്ലെങ്കിൽ നമ്മൾ കേട്ട് പരിചയമുള്ള മറ്റു കോഴ്സുകൾ. അപ്പോൾ അതിൽ നിന്നെല്ലാം മാറി ഒരു BDS എന്ന് പറയുന്ന എക്സെപ്ഷണൽ കേസിലേക്ക് എങ്ങനെയാണ് എത്തിയത്? എങ്ങനെയാണ് BDS എന്നൊരു കോഴ്സ് നിങ്ങൾക്ക് ഇതാണ് എൻ്റെ കരിയർ എന്നുള്ളത് തോന്നൽ ആദ്യം ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ എൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഞാൻ ചെറുപ്പം മുതലേ വരക്കുമായിരുന്നു. അപ്പോൾ അമ്മേൻ്റെ ഫാമിലീൻ്റെ സൈഡിൽ നിന്ന് അത്യാവശ്യം അവരൊക്കെ വരക്കും, അല്ലെങ്കിൽ കലാപരമായിട്ട് അവർക്ക് കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്കും വരക്കാനൊരു ഇൻട്രസ്റ്റ് വന്ന് പിന്നെ ഞാൻ വരക്കാൻ തുടങ്ങി. ഇപ്പം തിങ്കിൾ ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ ഞാൻ വരക്കുമായിരുന്നു. അപ്പോഴേ എനിക്കൊരു 12th പഠിക്കുമ്പോൾ തന്നെ എല്ലാവരും ചോദിക്കുമായിരുന്നു, അതായത് 12th കഴിഞ്ഞ് എന്താ ചെയ്യാൻ പോകുന്നത്, നീറ്റാണ് എഴുതാൻ പോകുന്നത്. അപ്പോഴേ എൻ്റെ മനസ്സിലൊരു ഐഡിയ വന്ന് കൺവെൻഷണൽ ആയിട്ടുള്ള കോഴ്സസ് ഒന്നും തിരഞ്ഞെടുക്കാണ്ട് എനിക്ക് താല്പര്യമുള്ള ആ ഒരു മേഖലയിലേക്ക് പോകാൻ അപ്പോഴേ ഞാൻ ചൂസ് ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഡിസൈനിങ് തിരഞ്ഞെടുത്തത്. എനിക്കും അതിൽ പറഞ്ഞ പോലെ തന്നെ ചെറുപ്പം മുതലേ ആർട്ടിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അച്ഛൻ അതുപോലെ തന്നെ വരക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു മേഖലയിൽ പെർസ്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കരിയർ. അപ്പോൾ അതിനെപ്പറ്റി ഒരു റിസർച്ച് നടത്തുമ്പോൾ ഡിസൈനിങ് നല്ലൊരു ഓപ്ഷനാണെന്ന് മനസ്സിലായത്. അപ്പോൾ ഞാൻ +1 മുതലേ തിങ്കിനെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഓരോ പ്രോഗ്രാംസും കാര്യങ്ങളെല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് ഡിസൈനിങ്ങിലോട്ട് വരണം എന്നൊരു തോന്നലുണ്ടായി. അത് മാത്രമല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മേഖലയാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്രിയേറ്റീവ് ഫീൽഡിൽ വരണമെന്നുണ്ടായിരുന്നു. നേരത്തെ ഇങ്ങനെ വരയ്ക്കുമോ? നിങ്ങൾ ഡ്രോയിങ് ക്ലാസ്സുകൾക്കൊക്കെ പോയിട്ടുണ്ടോ മുൻപേ? സ്കൂളിൽ ഞാൻ കാർട്ടൂൺ ഡ്രോയിങ്ങിൽ പോയിട്ടുണ്ടായിരുന്നു സ്റ്റേറ്റ് ലെവൽ. ഓക്കെ. അപ്പോൾ അവിടെ ഫസ്റ്റ് സെക്കൻഡ് തരുന്നില്ല. അപ്പോൾ A ഗ്രേഡ് മാത്രമേ ഉള്ളൂ. A ഗ്രേഡും കിട്ടുന്നുള്ളൂ. അങ്ങനെ ഞാൻ അത് മാത്രമല്ല, കഴിഞ്ഞ കൊല്ലം എനിക്ക് BARC-ൽ 96 പോയിന്റ് സംതിങ് മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ BARC-നെ പറ്റി അങ്ങനെ അന്വേഷിച്ച് പോയപ്പോഴാണ് ലാസ്റ്റ് പിന്നെ കുറേ അന്വേഷിച്ചപ്പോൾ BARC എനിക്ക് റെഡി ആവില്ല എന്ന് തോന്നിയപ്പോൾ പിന്നെ ഞാൻ ഓൾട്ടർനേറ്റീവ് സെയിം കൈൻഡ് ഓഫ് എക്സാംസ് കുറേ റിസർച്ച് ചെയ്തപ്പോൾ അങ്ങനെയാണ് ഞാൻ NID UC'ഡിലേക്കൊക്കെ എത്തിയത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കേരളത്തിൽ ബെസ്റ്റ് കുറേ അന്വേഷിച്ച് തിങ്കിൽ എത്തി. അങ്ങനെ തിങ്കിൽ വന്ന് ജോയിൻ ചെയ്തു. വരയ്ക്കുന്നതിന് കൂടുതലധികം ഞാൻ പണ്ട് ചെയ്തിരുന്നത് പറഞ്ഞാൽ ചെറുപ്പത്തിലൊരു 10th വരെയുള്ള ടൈമിൽ ഞാൻ ആവശ്യമില്ലാത്ത ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, സ്ക്രാപ്പിൽ നിന്നൊക്കെ ഓരോന്ന് എടുത്ത് ഉണ്ടാക്കുക. അങ്ങനത്തെ പരിപാടിക്ക് പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഈ മെറ്റീരിയൽ വെച്ചുള്ള സംഭവങ്ങളൊക്കെ. അപ്പം അങ്ങനെ ആയിരുന്നു പിന്നെ ഈ ഡിസൈനിങ് കരിയറിലേക്ക് പോകാം, അല്ലെങ്കിൽ നീറ്റോ ചെയ്യുമായിരുന്നു പേരൻസ് ചൂസ് ചെയ്തിരുന്നത്. പക്ഷെ ഞാൻ തിങ്ക് കണ്ടുപിടിച്ച് തിങ്കിൽ
ഇപ്പോൾ ആവശ്യം പറഞ്ഞു ജെയു നീറ്റോ ആയിരുന്നു എൻ്റെ പാരൻസ് ചൂസ് ചെയ്തിരുന്നത്. സോ പാരൻസിന് ഇത്തരം ഒരു രക്ഷിതാക്കൾക്ക് ഇത്തരം ഒരു സൊസൈറ്റിയിൽ നിന്ന് കിട്ടിയ കുറച്ച് ചിന്തകളുണ്ടാവും. എൻ്റെ മക്കള് +2 അടുത്ത സ്റ്റേജിലേക്ക് ഇന്നതിലേക്കാണ് പോകേണ്ടത്. സോ ആ ഒരു തോട്ടിനെ എങ്ങനെയാണ് നിങ്ങൾ ബ്രേക്ക് ചെയ്തത്? ഡിസൈൻ ആണ് എൻ്റെ കാര്യം, ഇതിനാണ് സ്കോപ്പ് ഉള്ളത് എന്നുള്ള രീതിയിൽ പാരൻസിനെ കൺവിൻസ് ചെയ്യാൻ എങ്ങനെ സാധിച്ചു? തിങ്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്തു നമ്മളെ കാര്യത്തിൽ? പേരൻസിനെ കൺവിൻസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഒന്നാമത് ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എടുത്തത്. അപ്പോൾ ഞാൻ എക്സാം കഴിയുമ്പോൾ എൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികളും എഞ്ചിനീയറിങ്ങിൻ്റെ എക്സാം എഴുതും. അപ്പോൾ എനിക്കപ്പോൾ ഒരു ഉത്തരവാദിത്വമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഏതൊരു ഫീൽഡിലോട്ട് പോകണമെന്ന് എനിക്കൊരു ധാരണ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാനും എഞ്ചിനീയറിംഗ് തന്നെ ഫോക്കസ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ഒരു ക്രാഷ് കോഴ്സ് ചെയ്തു. അപ്പോൾ എനിക്ക് തീരെ വർക്കായില്ല. അപ്പോൾ പേരൻസിന് മനസ്സിലായി ഇവന് പേഴ്സീവ് ചെയ്യുന്ന ഡിസൈനിങ് ആണ്, കുറച്ചും കൂടി ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇതാണ് നല്ലത്. അപ്പോൾ അന്വേഷിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തിങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് കോഴിക്കോടിൽ. അപ്പോൾ അവിടെ പോകാൻ വിചാരിച്ചു. അപ്പം അങ്ങനെയാണ് ഞാൻ തിങ്കിലോട്ട് വരുന്നത്, ഡിസൈനിങ്. ഇപ്പോൾ ഇവിടെ വരെ. ശരി ശരി. നിങ്ങൾ നമ്മള് സ്കൂളിൽ ഇങ്ങനെ +2 കഴിഞ്ഞ പാടെ തന്നെ എല്ലാവരും ഒരു 75% ആൾക്കാരും എൻട്രൻസിലേക്കാ പോയത്. അതും ഈ എഞ്ചിനീയറിംഗ് നീറ്റ്. അതിലൊരു ആ 75-ൽ ഒരു 75% നീറ്റിലും ബാക്കി 25% നീറ്റ്. അങ്ങനെ അതായത് നീറ്റും ചെയ്യും മാത്രമേ ആ ടൈമിൽ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയല്ല. ബാക്കി എല്ലാ എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടും ഇങ്ങനെ നീറ്റിനെ ചെയ്യാൻ ഒരുപാട് ഇങ്ങനെ പൊക്കി അങ്ങനെ ആ ടൈമിൽ NIT പറ്റി അറിയില്ലെന്ന്, ഒട്ടും അറിയില്ലായിരുന്നു. പിന്നെ ഈ BRKന്റെ റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ അങ്ങനെ ചില സമയത്ത് നമ്മളെ റിലേറ്റീവ്സ് ഒക്കെ നമ്മൾ ഇതുപോലെ ഒരു കോഴ്സ് എടുക്കുന്ന സമയത്ത് യൂഷ്വൽ അല്ലാത്ത ഒരു പാതയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ബന്ധുക്കളൊക്കെ ചിലപ്പോൾ പറയും ഇവൻ ഇതാണോ എടുത്തിരിക്കുന്നത്, അതിനേക്കാളും നല്ലത് മറ്റേതല്ലേ എന്ന് പറയുന്ന ഒരു രീതിയുടെ കണ്ടുവരല്ലേ. അപ്പൊ അങ്ങനെയുള്ള എന്താ പറയുക ബൗണ്ടറീസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു, ഒബ്സ്റ്റക്കിൾസ് ഒക്കെ ഉണ്ടായിരുന്നു? അവര് ടെൻസ്ഡ് ആയതുകൊണ്ട് അവർക്ക് ഇങ്ങനൊരു കോഴ്സിനെ പറ്റി അറിയില്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് അത് അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഞാനും അറിയാൻ കുറെ വൈകിയായിരുന്നു. ഇതിങ്ങനെ ഇപ്പോൾ NID ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, NID യൂസ്ഡ് ആയാലും. അപ്പോൾ അത് അവർക്ക് അറിയാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ ഡിസൈൻ വൈസ് പോവുകയാണെങ്കിൽ അവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് അവെയർ അല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡേ 1 പോകാം. ഇപ്പോൾ നിങ്ങൾ ഡിസൈൻ ആണ് എൻ്റെ കരിയർ എന്ന് ചൂസ് ചെയ്തതിന് ശേഷം തിങ്കിലേക്ക് എത്തി. ആദ്യത്തെ ദിവസങ്ങളെ പറ്റി ഒന്ന് പറയാം. നമ്മളെ ബാച്ച് തുടങ്ങിയ ദിവസം ആ ഓറിയന്റേഷൻ ഡേ എക്സ്പീരിയൻസസ് പാരൻസിനെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു നമ്മൾ ഓറിയന്റേഷൻ ഡേ കണ്ടക്ട് ചെയ്തിരുന്നത്. കോഴ്സിനെ പറ്റിയൊക്കെ നമ്മൾ നല്ല രീതിയിൽ ആ സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ദിവസത്തിൽ എങ്ങനെയായിരുന്നു പാരൻസിന്റെ റിയാക്ഷൻ? കോഴ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിരുന്നു, അതിന്റെ സ്കോപ്പും എക്സൈറ്റ്മെന്റും ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം പാരൻസിന്റെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? പിന്നെയാണ് അവരുടെ ഒരു റിയാക്ഷനൊക്കെ ഒന്ന് മയപ്പെട്ടത്. കാരണം ഒന്നാമത് റിജേഷ് പറഞ്ഞ മാതിരി തന്നെ ഇവർക്ക് ആർക്കും ഒരു ഐഡിയ ഇല്ല. ആ ഒരു കാലഘട്ടത്തിലുള്ള ആൾക്കാരായതുകൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ അവർക്കാർക്കും ഈ ഡിസൈൻ മേഖലയിൽ വലിയ ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ള ധാരണയില്ല. ഈ തിങ്കിലെ ഫസ്റ്റ് ഡേ ഓറിയന്റേഷൻ ക്ലാസ്സിന് വന്നപ്പോൾ എൻ്റെ അച്ഛൻ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. മൂപ്പർക്കായിരുന്നു ഏറ്റവും കൂടുതൽ ടെൻഷൻ. അമ്മയ്ക്ക് പിന്നെ എനിക്ക് വലിയ കൺവിൻസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. വീട്ടിൽ അവരെൻ്റെ രീതിക്ക് വിട്ടതാണ്. അതായത് അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛൻ അന്ന് വന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. അച്ഛനായിരുന്നു കൺവിൻസ് ചെയ്യേണ്ടത്. മൂപ്പർക്ക് എന്താ പറയാ എൻ്റെ രീതിക്ക് വിട്ടതാണ്. എന്നാലും മൂപ്പർക്ക് ഒരു വേവലാതി ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു. ആ ഒരു ഓറിയന്റേഷൻ ക്ലാസ്സോട് കൂടി മൂപ്പര് അറിയേണ്ടതൊക്കെ അറിഞ്ഞു. പിന്നെ എല്ലാം ഓക്കെ ആയിരുന്നു. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ്? എനിക്ക് കൺവിൻസ് ചെയ്യാൻ അത്ര ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ 10th കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു ക്രിയേറ്റീവ് ഫീൽഡിൽ പോയാൽ മതി. സോ ഐ ചോസ് ഹ്യൂമാനിറ്റീസ്. അപ്പോഴേ എനിക്ക് നീറ്റ് എഞ്ചിനീയറിംഗ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ദേവർ ലൈക്ക് ഓക്കെ നീ ഫിഗർ ഔട്ട് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ 12th ടൈമിൽ തന്നെ ഞാൻ NID NIFT അറിഞ്ഞിട്ടുണ്ട്. ബട്ട് ആ ഇയർ എനിക്ക് NID ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല, NIFT ക്രാക്ക് ചെയ്തു. സോ ഐ തോട്ട് ഒരു വർഷം കൂടെ എടുത്തിട്ട് NID ട്രൈ ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഓറിയന്റേഷൻ ക്ലാസ്സിന് അച്ഛനായിരുന്നു വന്നിരുന്നത്. അച്ഛന് എന്നേക്കാൾ ഇഷ്ടമാണ് ഈ NID UCD. അമ്മേനെ ഒന്ന് കൺവിൻസ് ചെയ്യാൻ കുറച്ച് പാടുണ്ടായിരുന്നു. അമ്മ പക്ക നീറ്റ് JEE അതിൽ പോകണം, +2 സയൻസ് എടുത്താലേ, അങ്ങനെയൊക്കെ ഒരു ഇതാണ്. അച്ഛനാദ്യം അറിയാം ഇത് ഇങ്ങനെയാണ്, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. സോ നമ്മൾ ആ ഒരു ഓറിയന്റേഷൻ ഡേ കഴിഞ്ഞ് നമ്മുടെ ക്ലാസ് ഒക്കെ തുടങ്ങിയ സമയത്ത് എങ്ങനെയായിരുന്നു തിങ്കിന്റെ സൈഡിൽ നിന്നുള്ള നിങ്ങൾക്ക് കിട്ടിയിരുന്ന സപ്പോർട്ടുകൾ? ഇപ്പൊ തുടക്കത്തിലൊക്കെ കുറെ പരിപരങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ക്ലാസ് റൂമിൽ അറിയാലോ, കുറച്ച് നന്നായി വരയ്ക്കുന്ന കുട്ടികളുണ്ടാവും, ഒരു ആവറേജ് വരയ്ക്കുന്ന കുട്ടികളുണ്ടാവും, അതിന് താഴെ വരയ്ക്കാൻ അറിയാവുന്ന എന്ന ആശയങ്ങൾ കഴിയുന്ന കുട്ടികളുണ്ടാവും. സോ ഈ ഒരു ക്യാമ്പിനുള്ളിൽ വെച്ചിട്ട് ഇത്രയും ഒരു മോബിനുള്ളിൽ വെച്ചിട്ട് നിങ്ങളുടെ ഡേ 1 ഒക്കെ എങ്ങനെയായിരുന്നു?
ഫാക്കൽറ്റീസ് ഇന്ററാക്ഷൻ, കോർഡിനേറ്ററുടെ ഹെൽപ്പ്, ഇതിനൊക്കെ എങ്ങനെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്തിരുന്നത് ആ ഒരു ബേസിക് ഫൗണ്ടേഷൻ ലെവലിന്റെ? എൻസൈറ്റി അത്യാവശ്യം നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ പരിചയമില്ലാത്ത കുറെ മുഖങ്ങൾ കണ്ടപ്പോൾ ഒരു എൻസൈറ്റി ഒക്കെ തുടക്കത്തിലുണ്ടായിരുന്നു. പിന്നെ പിന്നെ അത് മാറി. ഫസ്റ്റ് തന്നെ നമ്മൾ കണ്ടപ്പോൾ ആദ്യം നമ്മളെ ക്ലാസ്സിലുള്ള ആരോ ഒരാളെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അവരെ വർക്ക്സ് എങ്ങനെ ഉണ്ട് എന്നാണ് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഹരീൻ്റെ ഒക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവ നല്ല വരക്കും. എനിക്ക് അത് കണ്ടപ്പോൾ ലേശം ടെൻഷൻ ആയിണ്ടായിരുന്നു. ഇവന് ആവശ്യമൊക്കെ അത്യാവശ്യം നല്ലപോലെ വരക്കും. ഫസ്റ്റ് ഡേ ഒക്കെ ലേശം എൻസൈറ്റി ഉണ്ടായിരുന്നു. പിന്നെ പിന്നെ അതങ്ങനെ മാഞ്ഞു തുടങ്ങി. കോമ്പറ്റേറ്റീവ് മൈൻഡ് ഉണ്ടായിരുന്നു ആ സമയത്ത്? ഓ, നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. കാരണം ഇത്രയും കഴിവുള്ള ആൾക്കാർ നമ്മളെ കൂട്ടത്തിലുള്ളപ്പോൾ അവരെക്കാട്ടും എക്സൽ ചെയ്ത് കഴിഞ്ഞാലേ നമുക്കൊരു റാങ്ക് കിട്ടുള്ളൂ എന്നുള്ളൊരു തോട്ട് മൈൻഡിലുള്ളതുകൊണ്ട് അതൊരു ബൂസ്റ്റായി, ഒരു പുഷായി. ഹരി ഇതുവരെ അറിയാത്തൊരു സ്റ്റോറിയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഹരിയുടെ ഒരു എക്സ്പീരിയൻസ്? ഞാൻ ഫസ്റ്റ് ഡേയിലല്ല വന്നത്, ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പിന്നെ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു സെറ്റായി. അപ്പം ഞാൻ ഇവരോട് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അത്ര വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഭയങ്കര കമ്പനിയായിരുന്നു. പിന്നെ പറയാനുള്ള വെച്ചാൽ ഒരു കോച്ചിങ് സെൻറ്ററിലാണ് വരുന്നത് എന്നൊരു വൈബേ അല്ല ഇവിടെ. ഇവിടെ ഫുള്ള് ഇൻട്രാക്ഷനാണ്, കളിയും ചിരിയുമാണ് മൊത്തം. ഈവൻ ദോ ടീച്ചേഴ്സിനോട് വരെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ്. ആരും ഭയങ്കര ഫോഴ്സ്ഡ് ആയിട്ട് പഠിപ്പിക്കുന്നില്ല. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഫോഴ്സ് ആയിട്ട് പഠിപ്പിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? പക്ഷെ അവർ ഇൻഡയറക്റ്റ് ഫോഴ്സ് ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ വളരെ ഫ്രണ്ട്ലി ആണ്. പക്ഷേ ഡിസൈനിങ് എന്നൊരു കോഴ്സ് വളരെ ഫ്രണ്ട്ലി ആയിട്ട് പഠിക്കാൻ പറ്റും. ഡിസൈനിന്റെ കോഴ്സ്, ഐ മീൻ ക്രിയേറ്റീവ് ആയിട്ടുള്ള കോഴ്സ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു മൂഡ് കീപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെ ഭയങ്കര സ്ട്രെസ് ആയിട്ട് പഠിച്ചാൽ നമുക്ക് തലയിൽ കയറില്ല. അങ്ങനെ ശരി ശരി. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ്? ഫസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്ലാസ് ഫെബിൻ സാറിതാണ്. ഫെബിൻ സാറ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നത് എക്സ്പ്രസ് യുവർ സെൽഫ് എന്നാണ്. എപ്പോഴും ഓർമ്മയുണ്ട്. അതായത് എനിക്കറിയില്ല അത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പിറ്റേ ദിവസം ക്ലാസ്സിൽ വന്നപ്പോൾ എല്ലാവരും ചിലർ വർക്ക് കൊണ്ട് കിളി പോയി. എന്താ ഇതെന്താ ഇങ്ങനെ, എന്താ ഇങ്ങനെയൊന്നല്ല, ഞാൻ അത്ര ആകെ ഔട്ടായി. ഇങ്ങനെയാണോ, ഞാൻ ഇങ്ങനെ വർക്കാവോ, പിന്നെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഇപ്പോ തിങ്കിലെ ക്ലാസ് റൂമിന്റെ ആക്ടിവിറ്റി ഒരു മൂഡാണ് ഇപ്പോൾ ഹരിതേ പറഞ്ഞിരിക്കുന്നത്. അക്കാഡമിക്കൽ പാർട്ടിനെ മാറ്റി നിർത്തി കഴിഞ്ഞാല് തിങ്കിലെ കൾച്ചറൽ ആക്ടിവിറ്റീസ് ഒക്കെ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് പഠനത്തിന്? തിങ്കില് ഇപ്പോൾ വർക്ക്ഷോപ്സ് നടത്തുന്നുണ്ട്. ഇതിപ്പോൾ ഒരാഴ്ചയിൽ ഒന്ന് വെച്ചിട്ട് വർക്ക്ഷോപ്പ് ഉണ്ടാവും. അപ്പോൾ അവിടെ ഞാൻ ഇൻട്രോവേർട്ടാണ് അല്ലെങ്കിൽ ഞാൻ സൈലൻ്റ് ആണ്, എനിക്കിതിലൊന്നും പങ്കെടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ ആക്ട് ഉണ്ടാവും, നമ്മളെ അഭിനയിച്ച് കാണിക്കാൻ പറയും. അപ്പോൾ എനിക്ക് പറ്റില്ല, അത് മാറിയിരിക്കാൻ പറ്റില്ല. എല്ലാവരും അവിടെ ഇൻവോൾവ് ചെയ്യണം. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഇൻട്രാക്റ്റീവ് ആവും, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂടും. അത് എന്തുകൊണ്ട് നല്ലതാണ്. അപ്പോൾ ഞാൻ വരുമ്പോൾ കുറച്ച് ഷൈ ആയിട്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ഇവൻറ്റിൽ പങ്കെടുത്തു. പിന്നെ ഓണം പരിപാടിയാണെങ്കിലും എല്ലാവരും സജീവമായിട്ടുണ്ടായിരുന്നു. ഒരാൾ മടി പിടിച്ച് മാറി നിന്നിട്ടില്ല. അപ്പം അത് നമ്മളെ തന്നെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു എന്താ പറയുക ലീഡർഷിപ്പ് ക്വാളിറ്റി അതെല്ലാം കൂട്ടാൻ നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. ഓണം പ്രോഗ്രാമിന്റെ ആ ഒരു കോപ്പ് ഉണ്ടായിരുന്നു. മൾട്ടിവേഴ്സ് എങ്ങനെയായിരുന്നു കഴിഞ്ഞ ഒരു കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ ലേറ്റ് നൈറ്റ് വരെ നമ്മൾ ഇരുന്ന് വർക്ക് ചെയ്തിട്ടോ ഒപ്പല്ലായിരുന്നു. വീഡിയോ ഷൂട്ട്? ഞാൻ മടി പിടിച്ച് നിന്നിട്ടില്ല. ഇതിനും മാവേലി മൾട്ടിവേഴ്സുള്ള അത് പിന്നെ നല്ല രസമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഐഡിയ ചൂസ് ചെയ്തു, അത് പിന്നെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വർക്ക്സിലേക്കായി. ഇഷ്ടംമാതിരി ദിവസങ്ങൾ ലേറ്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ട്. ഞാനൊക്കെ എന്ന് പറയുന്നത് ഈ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്ത് കൊടുത്ത് ഉണ്ടാക്കുകയും ചെയ്ത് ഇടുകയും ചെയ്ത് ഒരുപാട് പണിയുണ്ടായിരുന്നു. എല്ലാവർക്കും ഈക്വലി നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിക്ക് തന്നെ ഞങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വാസ് ഫൺ. ഇപ്പോൾ നമ്മൾ ക്ലാസ് റൂമിന്റെ കാര്യത്തിലേക്ക് വരാം. അക്കാഡമിക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്. ഇപ്പോൾ നവഡേയ്സിൽ ഓഫ്ലൈൻ ക്ലാസ്സുകളുണ്ട്. തിങ്കിന് നമ്മൾ ഹൈബ്രിഡ് ക്ലാസ്സുകളാണ് കൊടുക്കുന്നത്. സൈമൾട്ടേനിയസ്ലി നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സും കിട്ടും, ഓഫ്ലൈൻ ക്ലാസ്സും കിട്ടും. എങ്ങനെയാണ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ നിങ്ങളെ ഈ പഠനത്തിന് സഹായിച്ചിരിക്കുന്നത്? അതുപോലെ ഓൺലൈൻ ക്ലാസ്സിന്റെ സപ്പോർട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിരിക്കുന്നത്? മീൻസ് ഫാക്കൽറ്റി ആയിട്ടുള്ള ഇന്ററാക്ഷൻ ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ഓഫ്ലൈൻ ക്ലാസ്സിൽ വരുമ്പോൾ നമ്മൾ ഒരു കൂട്ടം ഡിസൈൻ ആസ്പിറൻസിനാണ് പഠിക്കുന്നത്. അപ്പോൾ ഓരോരോ ആൾക്കാരും ഓരോന്നും പഠിക്കാനുണ്ടാവും. ചിലവരെ ലൈൻ ക്വാളിറ്റി ഗംഭീരമായിരിക്കും. ഒരു പെൻസിൽ പിടിക്കുന്ന രീതി തന്നെ അവരെ വർക്കിൽ വലിയ മാറ്റം ഉണ്ടാകാൻ സാധിക്കുന്നുണ്ട്. ചിലർ കോൺസെപ്റ്റ് ആയിട്ട് വരും. നമ്മൾ വിചാരിക്കും ഇങ്ങനെ എത്ര നല്ല ഐഡിയാസ് കൊണ്ടുവരാൻ പറ്റുന്നത്. അപ്പോൾ ഓരോരോ ആൾക്കാരും ഓരോന്ന് പഠിക്കാനുണ്ടാവും. അപ്പോൾ ഡിസൈൻ എന്നൊരു ഫീൽഡ് നമ്മൾ എടുക്കുന്നുണ്ട്. എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ ഒരു കൂട്ടം ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ നിന്ന് പഠിക്കേണ്ടി വരും. അപ്പോൾ അതെനിക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചിരുന്നു എൻ്റെ സ്കില്ല്. നമ്മള് കൂടുതൽ ആൾക്കാരും ഒരുപാട് എൻഎൻസ് ഒക്കെ വരും ഈ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവര് ഈ ക്യാമ്പസിൽ ഒരുപാട് വലിയ വലിയ
ഇതിന്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് അല്ല അവർ ക്യാമ്പസിൽ ചെയ്യുന്നത്. അപ്പൊ അവര് കുറെ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കും. ഇങ്ങനെ നമ്മൾ ഒരു നോർമൽ വേയിൽ ചിന്തിക്കുമ്പോൾ അങ്ങനെയല്ല, കുറച്ചും കൂടെ അഡ്വാൻസ് ചെയ്ത് നമ്മൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ആൾക്കാരും ഇപ്പം. അപ്പോൾ നമ്മൾ അവരുടെ ആ ലെവലിലേക്ക് എത്തണം, അവരുടെ ലെവലിൽ നല്ല അവരേക്കാൾ എത്തണം. അപ്പോൾ അതിനൊക്കെ ഒരുപാട് ഓൺലൈൻ ക്ലാസ് ഒക്കെ ഒരുപാട് സഹായിച്ചു. ഓഫ്ലൈനായപ്പോൾ ഫാക്കൽറ്റി ഒക്കെ ഇങ്ങനെ നേരിട്ട് വന്നിട്ട് ഈ വർക്ക് എനിക്ക് ചോദിക്കാൻ കുറച്ച് മടി ഉണ്ടാവും. പക്ഷെ സാറൊക്കെ നേരിട്ട് വന്നിട്ട് വർക്ക് കണ്ടിട്ട് റിവ്യൂ ഒക്കെ പറഞ്ഞുതരും. അപ്പോൾ കുറച്ചുകൂടെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. എങ്ങനെ വർക്ക് ചെയ്യണമെന്നും പറയും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിരുന്നു എനിക്ക് വർക്ക് ചെയ്യാൻ. പിന്നെ പിന്നെ പറഞ്ഞ പോലെ എല്ലാവരും അടുത്തുള്ള ആൾക്കാരൊക്കെ ക്രിയേറ്റീവ് ആണല്ലോ. അപ്പോൾ അവരുടെ ഐഡിയാസ് ഷെയർ ചെയ്യുമ്പോൾ തന്നെ എങ്ങനെ ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യാന്ന് തന്നെ ആലോചിച്ച് തുടങ്ങും. മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് അക്കാഡമിക് ഒരു ത്രൂഔട്ട് അക്കാഡമിക് നിങ്ങളുടെ മേജർ ഹോബീസ് എന്തൊക്കെയായിരുന്നു? മീൻസ് അക്കാഡമിക്കലായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിരുന്ന, ഇമ്പ്രൂവ് ചെയ്തിരുന്ന നിങ്ങളുടെ ഹാബിറ്റ്സ് എന്തൊക്കെയാണ്? ഓ, നമ്മൾ ചെറിയ ലൈഫ് സ്കെച്ചിലൊക്കെ പോകുന്നത് കാണാം, അല്ലെങ്കിൽ പോക്കറ്റ് സ്കെച്ച് ബുക്ക് ഒക്കെ കൊണ്ടുവന്നിട്ട് എപ്പോഴും വരയ്ക്കുന്നത് കാണാം. സോ എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ ഹാബിറ്റ്സ്? എന്തായിരുന്നു ഷെയർ ചെയ്തു? ലൈഫ് സ്കെച്ച് തന്നെ മെയിനായിട്ട്. എനിക്ക് ലൈഫ് സ്കെച്ച് ഒരു പുച്ഛം പോലെ ആയിരുന്നു ആദ്യമൊക്കെ. അപ്പോ ഞാൻ ലൈഫ് സ്കെച്ച് അത്ര സീരിയസ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണ്. അപ്പോ എനിക്കിങ്ങനെ ഫ്രണ്ട്സിന്റെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ആദ്യമൊക്കെ വൈകുന്നേരം ഇങ്ങനെ ലൈഫ് സ്കെച്ച്, നമ്മൾ 4 മണിക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് ലൈഫ് സ്കെച്ച് പോകുന്നതൊക്കെ മിക്കവാറും ഈ ഫ്രണ്ട്സിന്റെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യാണ്, അല്ലാതെ ഞാൻ അതിനായിരുന്നു മുൻഗണന കൊടുത്തേന്ന്. അപ്പോ പിന്നെ എനിക്കെന്തോ ലൈഫ് സ്കെച്ച് വർക്ക് ആവുന്നുണ്ടെന്ന് എനിക്കിങ്ങനെ തോന്നി തുടങ്ങി. അതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ദിവസം നമ്മള് ന്യൂ ഇയറിന്റെ അന്ന് ആ ടൈമില് അവിടെ പോളാർ ബിയേഴ്സിന്റെ ഒക്കെ ഉണ്ടാക്കില്ലേ നമ്മുടെ മാനേജർ ആ ടൈമിൽ നമ്മളവിടെ ഇരുന്ന് ഇങ്ങനെ ലൈഫ് സ്കെച്ച് ചെയ്യുന്ന സമയത്ത് ഒരാൾ ഈ പ്ലാസ്റ്റർ ഓഫ് പാരിസോ അങ്ങനെ എന്തോ നല്ല വെയിറ്റ് ഉള്ള ഒരു ബക്കറ്റിൽ എന്തോ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അയാളെ ഇങ്ങനെ ഒബ്സർവ് ചെയ്തപ്പോൾ അയാൾ ആ ബക്കറ്റ് പിടിക്കുന്ന സമയത്ത് അയാൾ എന്റെ ബോഡി ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്, അതിന് ബാലൻസ് ചെയ്യാൻ വേണ്ടി അയാൾ കൈ ഇങ്ങനെ വെക്കുന്നുണ്ട്. അപ്പോൾ അത് പറയുമ്പോൾ സിമ്പിൾ ആയിരിക്കും, പക്ഷെ അതിൽ ഒരുപാട് കാര്യമുണ്ട്. ഇപ്പോ അങ്ങനെ ഒരു സീൻ വരയ്ക്കുന്ന സമയത്ത് എല്ലാവരും ഒന്നും അത് കൊണ്ടുവരണം എന്നൊരു നിർബന്ധമില്ല. അതുപോലെ അതെനിക്ക് ഭയങ്കര അപ്പോഴാണ് ഞാൻ ഓക്കെ ലൈഫ് സ്കെച്ച് വർക്ക് ചെയ്യും. അതെനിക്ക് ഭയങ്കരമായിട്ടൊരു സോ ഒബ്സർവേഷന്റെ ഒബ്സർവേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ്. ഒബ്സർവേഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ലൈഫ് സ്കെച്ച് അതായത് ഇപ്പോ നമുക്ക് അവർ നിന്ന് തരില്ല ഒന്നിനും വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവര് ബോഡി എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്തെങ്കിലും വെയിറ്റ് വെക്കുമ്പോൾ അവർ പോലും അറിയാതെ അവരുടെ ബോഡി അതിന് എന്താ പറയാ ബോഡി വെയിറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ. ഓക്കെ, അപ്പോ അതൊക്കെ ഒരുപാട് നമുക്ക് ലൈഫ് സ്കെച്ചിൽ കിട്ടും. അങ്ങനത്തെ പോലെ എങ്ങനെയായിരുന്നു നിങ്ങളൊരു ഗ്യാങ് ലൈഫ് സ്കെച്ചിനായിട്ട് നിങ്ങൾ ചൂസ് ഞാനും കോഴിക്കോട് എങ്ങനെ നിങ്ങൾ ഹെൽപ്പ് ചെയ്തു ഈ ലൈഫ് ഒരുപാട് കോഴിക്കോടിന്റെ ആ ഒരു നടത്താനത് കൾച്ചറാക്കി? നമ്മള് ഓരോ ദിവസം ഓരോ സ്ഥലത്തേക്ക് പോകും, മാനേജർ പോവും. കൂടുതലും മാനേജർ എല്ലാവരും പോവാം, കാരണം അവിടെ എപ്പോഴും ആൾക്കാരുണ്ടാവും. ഒരുപാട് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുണ്ടാവും, വയസ്സായ ആൾക്കാരുണ്ടാവും, മിഡിൽ ഏജ് ഉണ്ടാവും, കുട്ടികളുണ്ടാവും, കൈക്കുഞ്ഞുങ്ങളുണ്ടാവും, മിഡിൽ ഏജ് വിമൻ എല്ലാവരും. അപ്പൊ നമുക്കൊക്കെ അവരിപ്പോ ഒരു ആരോഗ്യമുള്ള ആൾ നടക്കുന്ന പോലെയല്ല ഒരു പ്രായമായിട്ടുള്ള ഒരാൾ നടക്കാം. അവർക്ക് നടുവിന് പ്രശ്നം ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ചിട്ട് അവരുടെ ബോഡി മൂവ്മെന്റ്സ് ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അതേപോലെ ഒരു മുതിർന്ന ആൾ ബിഹേവ് ചെയ്യണ പോലെയല്ല ഒരു കുട്ടി ബിഹേവ് ചെയ്യാം. അവർ ഫുൾ ടൈം ഓടി നടക്കും, ചാടി നടക്കും. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ലൈഫ് സ്കെച്ച് കിട്ടും. സോ സ്റ്റാറ്റിക് ആയിട്ട് ഒരിടത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു വസ്തുവിനെ നോക്കി വരയ്ക്കുന്നതിനേക്കാളും ലൈഫ് സ്കെച്ച് ഇമ്പ്രൂവ് ചെയ്യുന്നത് ഒബ്സർവേഷനിലൂടെ തന്നെയാണ്. സോ എത്രത്തോളം കീൻ ഒബ്സർവേഷൻ ഉണ്ടോ നിങ്ങൾക്ക് അത്രയും നിങ്ങളെ സ്കെച്ചിങ് എന്ത് ചെയ്യാൻ പറ്റും, നന്നാക്കാൻ പറ്റും. കാരണം ഈ എക്സാം ഈസ് ഓൾ അബൌട്ട് എഫിഷ്യൻസി. നമ്മൾ എത്രത്തോളം ക്രിയേറ്റീവ് ആണെന്നുള്ള ഇതിലല്ല കാര്യം. ഇപ്പോൾ വലിയൊരു ക്രിയേറ്റീവ് ഐഡിയ നമുക്ക് ഒരു മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ 6 മണിക്കൂർ കൊണ്ടോ ഒരു ദിവസം എടുത്ത് കിട്ടിയിട്ട് കാര്യമില്ല. ഓക്കെ, ക്ലാസ്സിൽ അത് ഓക്കെ, നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓക്കെ, പക്ഷെ എക്സാമിൽ വരുമ്പോൾ അത് പെട്ടെന്ന് കിട്ടണം. നമ്മൾ എല്ലാ എക്സാമും അതാ നമ്മൾ എഫിഷ്യൻസിയാണ് നോക്കണം, അപ്പാർട്ട് ഫ്രം ദ നോളജ്. നമ്മള് വേറൊരു എക്സാം പറയുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ നീറ്റ് 180 ക്വസ്റ്റ്യൻ 180 മിനിറ്റ്, ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റ്. അതേപോലെ തന്നെ എല്ലാ എക്സാമും നമ്മൾ എത്ര എഫിഷ്യന്റ് ആണ്, നമ്മൾ എത്ര സ്പോണ്ടേനിയസ് ആണെന്ന് നോക്കുന്നത്. അതേപോലെ തന്നെയാണ് NID. ലൈഫ് സ്കെച്ചൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെ റിവ്യൂ ചെയ്യായിരുന്നു? ഓരോ ദിവസത്തെ വർക്കുകൾ എങ്ങനെ റിവ്യൂ കൊടുക്കുമായിരുന്നു? ഫാക്കൽറ്റീസ് എങ്ങനെയായിരുന്നു അതിന് റിവ്യൂ ചെയ്തിരുന്നത്? സജഷൻസ് കിട്ടുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക്? ലൈൻ ക്വാളിറ്റി എനിക്ക് ഭയങ്കര കുറവായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഏറ്റവും ഫോക്കസ് ചെയ്ത് ലൈൻ ക്വാളിറ്റി ബെറ്റർ ആക്കാനാണ്. ഓരോ വർക്ക് കഴിഞ്ഞിട്ടും ഫാക്കൽറ്റീൻ്റെ അടുത്ത് പോകും. അപ്പോൾ പറഞ്ഞു തരും ഇങ്ങനെ ഒബ്ജക്ട് ഡ്രോയിങ് ട്രൈ. ചിലപ്പോൾ ഞാൻ സീൻ ഡ്രോയിങ് ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. അതിന് അത്ര ഫോക്കസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഒബ്ജക്റ്റിൽ സ്റ്റാർട്ട് ചെയ്യും,
പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ആക്ടിവിറ്റീസ് ഒക്കെ തരും. ഒരു ദിവസം ഒരു ഇത്ര ഒബ്ജക്ട്സ് വരച്ച് നോക്കും, ഒബ്സർവ് ചെയ്യുന്ന പറയും. അപ്പോൾ അത് തന്നെ കുറച്ചിങ്ങനെ ലൈൻ ക്വാളിറ്റി ബെറ്റർ ആയി വന്നു. കൺസ്ട്രക്ഷൻ ലൈൻസ് ഒക്കെ യൂസ് ചെയ്തപ്പോൾ ഒബ്ജക്ട് ഡ്രോയിങ് തന്നെ ഭയങ്കരമായിട്ട് ബെറ്ററായി. ലൈഫ് സ്കെച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ പോയി വരില്ലായിരുന്നല്ലോ. മലപ്പുറത്തുനിന്ന് ഞാൻ ഡെയിലി പോയി വരും, 1.5 മണിക്കൂറൊക്കെ യാത്ര ഉണ്ടാവലുണ്ട്. അപ്പോൾ ഞാൻ ക്ലാസ് കഴിയും, പിന്നെ ഞാൻ റിജേഷ് പിന്നെ അങ്ങനെ കുറച്ച് ആരഞ്ചൊക്കെ സംഘടിപ്പിച്ച് പോവും, എങ്ങോട്ടെങ്കിലും പോവും. പിന്നെ അവിടെ പോയിരുന്ന് ഒരു പ്രാവശ്യം ഓർമ്മയുണ്ട്, മാനാഞ്ചിറ പോയിരുന്നിട്ട് ഞങ്ങൾ സാറെ വിളിച്ചു, ഫെബിൻ സാറെ വിളിച്ചു. സാറോട് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ തരുമോ, ഞങ്ങൾക്ക് ഇവിടെ ഇരുന്ന് ഗ്രൂപ്പായിട്ടിരുന്ന് ചെയ്യാനാണ് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു അവിടെ ഉള്ള ആളുകളോട് ചോദിക്കാൻ പറഞ്ഞു അവിടെ എന്താ പ്രശ്നമുള്ളത്. അപ്പം അന്ന് വൈകുന്നേരം ഒരു 7 മണി വരെ ഞങ്ങൾക്ക് ഇതായിരുന്നു പരിപാടി. ഞങ്ങൾ 2 ആള് ഗ്രൂപ്പായി തിരിഞ്ഞ് മൊത്തം ഒബ്സർവ് ചെയ്തു, മാനേജർ ഫുൾ ഒബ്സർവ് ചെയ്തിട്ട് പിന്നെ അവിടെ എന്താ പ്രശ്നം, അവിടെ ഡസ്റ്റ്ബിൻ ഉണ്ടായിരുന്നില്ല, ഡസ്റ്റ്ബിൻ ഉള്ളത് കുട്ടികൾക്ക് എത്തുന്നുണ്ടായിരുന്നില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് പാർക്ക് ഉണ്ടായിരുന്നില്ല, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതാക്കി. പിന്നെ ഞങ്ങൾ അവിടെ ഇരിക്കുന്ന ആളുകളോട് ചോദിക്കാൻ തുടങ്ങി, ഇങ്ങനെ എന്താ നിങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നം, ഇവിടെ എന്താ പ്രശ്നം തോന്നിയെന്നൊക്കെ. അതൊക്കെ നമുക്കൊരു പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് ചിന്തിക്കാനുള്ള കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഡിസൈൻ്റെ ഡെഫിനിഷനായിട്ട് നമ്മൾ പറയാറുണ്ട് ഈസ് എ പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ് എന്നുള്ളത്. സോ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ആവശ്യം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഗ്രേറ്റ് ആവശ്യം. നമുക്കിപ്പോൾ അപ്പാർട്ട് ഫ്രം തിങ്ക് നിങ്ങളിപ്പോൾ ഈവനിങ്സിൽ സ്പെൻഡ് ചെയ്യുന്ന രീതിയിലാണ് പറയുന്നത്. ഹോസ്റ്റൽ ലൈഫ് ഇപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് പഠിക്കുന്ന സമയത്തോ അപ്പോൾ ഈവനിങ് തിങ്കിൽ നിന്ന് കിട്ടുന്ന ടാസ്കുകളൊക്കെ ഹോസ്റ്റലിൽ നിന്നൊക്കെ നിങ്ങൾ എങ്ങനെയായിരുന്നു സോൾവ് ചെയ്യുന്നത്? ഗ്രൂപ്പ് സ്റ്റഡി ഒരു ചർച്ചകളിലൊക്കെ ആണോ, അതോ ഇതുപോലെ ലൈഫ് സ്കെച്ചുകൾ മാത്രമാണോ, മറ്റെന്തെങ്കിലും റിസോഴ്സുകൾ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ സൊല്യൂഷൻസ് എടുക്കാനായിട്ട്? ഹോസ്റ്റലേഴ്സ് ശരിക്കും നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. ഞാൻ ഭയങ്കര മടി പിടിച്ച ഒരാളായിരുന്നു. ഇപ്പോൾ ഈ അരിത്തമെറ്റിക്സും കാര്യങ്ങളിലും പഠിക്കാൻ ഭയങ്കര മടി. അപ്പോൾ ഞാൻ ഹോസ്റ്റലിൽ ഞങ്ങൾ 2-3 ആൾക്കാരുണ്ട്. അപ്പോൾ അവർ പഠിക്കുമ്പോൾ എനിക്കും കൂടി പറഞ്ഞു തരും. അപ്പോൾ എൻ്റെ വീക്ക്നെസ് എന്താണെന്ന് അവർക്കറിയാം. അപ്പോൾ അവർ എൻ്റെ വീക്ക്നെസ് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരില്ലെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ക്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായാണ്. ഒരു റൈറ്റ് വൺ സെലക്ട് ചെയ്തുകൊണ്ട് കിട്ടിയ റിസൾട്ട് ആണ്. അതെ, ഓക്കെ. ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് വരാം. നമുക്ക് ഈ ഹൈബ്രിഡ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഓഫ്ലൈൻ്റെ കൂടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്. എങ്ങനെയായിരുന്നു ഓൺലൈൻ ക്ലാസ്സിന്റെ എക്സ്പീരിയൻസുകൾ? അപ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും പുറമേ നിന്നുള്ള ഫാക്കൽറ്റീസ് ഒക്കെ അതിൽ വരാറുണ്ടായിരുന്നു ക്ലാസ് എടുക്കാം. സോ ലാംഗ്വേജ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നോ, അത് ക്യാച്ച് ചെയ്യാനായിട്ട് എളുപ്പമാണോ? അതെങ്ങനെയായിരുന്നു ഒരു ആഡ് ഓൺ നോളജ് എന്നുള്ള രീതിയിൽ ഓൺലൈൻ ക്ലാസ്സിൽ എങ്ങനെയായിരുന്നു നോക്കിയിട്ടാണ്? അത് പൊതുവെ അവരുടെ ലാംഗ്വേജ് ബാരിയർ എന്നുള്ളൊരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. മെജോറിറ്റി ഇംഗ്ലീഷ് തന്നെയായിരുന്നു. ഇറ്റ് വാസ് അണ്ടർസ്റ്റാൻഡബിൾ. എന്താ ഒരു നല്ലൊരു അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ലെവലിൽ നമുക്കും കൂടി ചിന്തിക്കാൻ പറ്റി. കാരണം അവരുടെ ആ ഒരു ലെവലിലുള്ള വ്യൂസ് നമുക്ക് പറഞ്ഞു തരിക, അത് നമ്മളും ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത്. കാരണം തുടക്കത്തിൽ വന്ന ഞങ്ങളുടെ ഒരു ബിഗിനർ ലെവൽ തിങ്കിങ്, അതിൽ തോട്ട് പ്രോസസ് ഒക്കെ മാറാൻ തുടങ്ങി. ഈ ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും ഈ ഓഫ്ലൈനിൽ നമുക്ക് പുറത്തുനിന്ന് വരുന്ന ഫാക്കൽറ്റീസ് ആണെങ്കിലും അവരൊക്കെ ചിന്തിക്കുന്ന ആ രീതിയിൽ നമ്മളെ ചിന്തിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത് അവരുടെ ഐഡിയാസും വ്യൂസും ഒക്കെ. മറ്റെന്തെങ്കിലും ഹോബീസ് കാര്യങ്ങളും ഉണ്ടായിരുന്നോ? ഇതല്ലാതെ ഡ്രോയിങ്ങും ഈ ലൈഫ് സ്കെച്ചും അല്ലാതെ ഇപ്പോൾ ചില മ്യൂസിക് കേട്ടിരിക്കുന്ന ആൾക്കാരുണ്ടോ മൂഡ് ഓഫ് മാറാനായിട്ട്? പൊതുവെ ക്രിയേറ്റീവ് ആയുള്ള ആൾക്കാരൊക്കെ എപ്പോഴും വരുന്ന കാര്യമാണ് ഈ ചെറിയ സ്ലൈറ്റ് ഡിപ്രഷൻ എന്ന് പറയും, സാഡായിട്ട് ഇരിക്കുന്ന അവസ്ഥ. എങ്ങനെയാണ് ഓവർകം ചെയ്തിരിക്കുന്നത് ഇത്തരം സിറ്റുവേഷൻസിനെ? ലോ മൊമെന്റ്സിനെ എങ്ങനെയാണ് നിങ്ങൾ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്? ചായ കുടിക്കാൻ പോകുക. പിന്നെ ഞാൻ ചെറുപ്പം മുതലേ വളരെ സെൻസിറ്റീവാണ്. അപ്പോൾ എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് 2 ചിത്രം വരച്ചാൽ ചിലപ്പോൾ ഓക്കെ ആവും. അതുകൊണ്ട് ഞാൻ ഈ മേഖല തന്നെ എടുക്കാൻ കാരണമായത്. പിന്നെ ക്ലാസ് റൂമിലാണെങ്കിലും ടീച്ചേഴ്സർക്ക് മ്യൂസിക് വെച്ച് തരും വർക്ക് ചെയ്യുന്നതിനിടയിൽ. അപ്പോൾ അത് ആ ടൈമിൽ ആ മൂഡ് തന്നെ മാറുമെന്ന്. ഞാൻ സ്കെച്ചിങ് അല്ലാണ്ട് ഞാൻ ഗിറ്റാറും ഇങ്ങനെ സിംഗിങ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഈ സ്കെച്ചിങ്ങിൽ ചിലപ്പോൾ ഗിറ്റാറിന്റെ എന്തെങ്കിലും അല്ലെങ്കിൽ എൻ്റെ മ്യൂസിക് ആയിട്ടുള്ള എന്തെങ്കിലും സ്കെച്ചിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കും. അപ്പൊ ഞാൻ എല്ലാം കൂടെ മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് സ്വന്തമായിട്ടൊരു സ്റ്റൈൽ കിട്ടുന്ന പോലെയാണ്. അതെനിക്കിഷ്ടമാണ് അങ്ങനെ ചെയ്തത്. സോ ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ ഈ പ്രിപ്പറേഷൻ്റെ ഇടയിൽ വന്ന ഒരു ലോ മൊമെന്റ് എന്തായിരിക്കും? നിങ്ങളൊരു പ്രിപ്പറേഷൻ ഹാർഡ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ, അപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റില്ല, ഒരു തടസ്സമുണ്ടോ, അങ്ങനെ തോന്നിയ എന്തെങ്കിലും മൊമെന്റുകൾ ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്സ് ക്വസ്റ്റ്യൻസ് ഡെയിലി ടെസ്റ്റിങ്ങിനിടയിൽ വന്നിരുന്നു ഇതെനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല, അല്ല അങ്ങനെ തോന്നിയ എന്തെങ്കിലും ലോ മൊമെന്റ്സ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇടയിൽ എങ്ങനെയാണ് അതിനെ ബ്രേക്ക് ചെയ്തു? എന്തായിരുന്നു, എങ്ങനെയായിരുന്നു തിങ്ക് ആ ഏരിയയിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നത്? കൺസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കാന്നില്ല തന്നെ മെയിനായിട്ട്. നമ്മള് ചിലപ്പോൾ നമുക്കിങ്ങനെ ലാസ്റ്റ് കിട്ടുമ്പോൾ നമുക്ക് കുറച്ച് തോന്നും എനിക്ക് കിട്ടൂലേ അങ്ങനെയൊക്കെ തോന്നായിരിക്കും. പക്ഷെ നമ്മൾ ചെയ്യുന്ന വർക്ക് ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒരു 2x വർക്ക് ചെയ്യാം. ഞാൻ ആ ടൈമിലൊക്കെ ഒരുപാട് ലോ ആയി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും
കുറേ വർക്ക് ഇങ്ങനെ അടുപ്പിച്ച് ചെയ്യും. എന്നിട്ട് ഫെബിൻ സാർ അടുത്ത് അല്ലെങ്കിൽ സച്ചിൻ സാർ അടുത്ത് പോയിട്ട് റിവ്യൂ വാങ്ങും. അങ്ങനെ തന്നെ അതിനെ ഓവർകം ചെയ്യുക. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്ന വർക്ക് തന്നെ ചെയ്തുകൊണ്ടേയിരിക്കും. അക്കാഡമിക് മെന്റേഴ്സിന്റെ ഒരു റോൾ എങ്ങനെയായിരുന്നു നിങ്ങൾ മെന്ററിങ് ചെയ്യുന്ന കാര്യത്തിൽ? ഭയങ്കര അവർ ഓടി നടന്ന് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണ്ട റിസോഴ്സസും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഒരു പാർഷ്യാലിറ്റി ഇല്ലാണ്ട് എല്ലാ കുട്ടികളും ഒരേപോലെ കാണുന്നത്. ചോദിക്കുമ്പോൾ ഒപ്പിച്ചു തരലുണ്ട് റിസോഴ്സസ് ഒക്കെ. ഈ എക്സാം ഒരു ലോ പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ സാമ്പിൾ പേപ്പർ എടുത്ത് ചെയ്യാനിരിക്കുകയാണെങ്കിൽ തന്നെ ആ ഒരു ക്വസ്റ്റ്യൻസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും. 1 മുതൽ ഇന്ന എമൗണ്ട് വരെയാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്, മുഴുവൻ ചെയ്യാൻ നോക്കും. പക്ഷെ അത് ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റൂല. അപ്പം ആ ഒരു ടൈമിൽ ഭയങ്കര ഒരു ടെൻഷനാണ്, ഇത് ചെയ്യാൻ പറ്റുമോയെന്ന്. പക്ഷെ സംഭവം എക്സാമിന് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് സ്മാർട്ടായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസിനെ നമ്മൾ എഫക്റ്റീവ്ലി ടൈം എഫിഷ്യൻ്റായിട്ട് നമ്മൾ തീർക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അത് ഞാൻ പിന്നെ പയ്യെ പയ്യെ ചെയ്തുകൊണ്ട് നിന്നപ്പോൾ അങ്ങനെ പഠിച്ച് പിന്നെ അത് മാറി, അങ്ങനെയാണ് ഓവർകം ചെയ്തത്. അപ്പോൾ അതിന് പറഞ്ഞ ടൈം മാനേജ്മെന്റ് വലിയൊരു ഘടകമാണ് എക്സാമിനേഷന് കാരണം. ബിക്കോസ് ഒരു ചെറിയ ഷോർട്ട് ടേം ടൈം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ആശയം ഉണ്ടാവുകയും അതിനെ പേപ്പറിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ ആവശ്യമുണ്ട്. സോ പ്രാക്ടീസ് ടൈമിൽ ഈ ഒരു ഇഷ്യൂ മറികടക്കാനായിട്ട് എന്തൊക്കെയാണ് ചെയ്തിരുന്നത്? ടൈം മാനേജ്മെന്റ് ഇഷ്യൂ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്തിരുന്നു? എന്തൊക്കെ ടിപ്സ് ആണ് ഇവിടുന്ന് വന്നിരിക്കുന്നത്? നമ്മുടെ മോഡൽ എക്സാംസ് എല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എനിക്ക് ലോ പോയിന്റ് എന്ന് പറയുന്നത് മോഡൽ എക്സാം റാങ്ക് ലിസ്റ്റ് വരുമ്പോഴായിരുന്നു. അത് വരുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് 3ാമത്തെ പേജിലൊക്കെ ആയിരിക്കും പേരുണ്ടാവുക. പക്ഷെ ഞാൻ എന്നിട്ട് റാങ്ക് വരുന്ന പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓരോ എക്സാമിലും ടൈം മാനേജ്മെന്റ് ഫോക്കസ് ചെയ്ത് തുടങ്ങി. അങ്ങനെ എല്ലാ എക്സാമും ഞാൻ അറ്റൻഡ് ചെയ്യാൻ നോക്കി. ഞാൻ അതൊന്നും മിസ് ചെയ്തിട്ടില്ല. അങ്ങനെ ടൈം മാനേജ്മെന്റ് ബെറ്റർ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ NID എക്സാം എഴുതിയപ്പോൾ വേറൊരു മോക്ക് എക്സാം എഴുതിയ പോലെ ആയി ശരിക്കും. സോ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അക്കാഡമിക്ക് ത്രൂ ഔട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു റിസൾട്ട് അച്ചീവ് ചെയ്തിട്ട് ഒരു ടോപ്പ് റാങ്ക് എത്തി നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇരിക്കുന്ന ഒരു അവസരമാണ്. സോ ഈ ഒരു സാഹചര്യത്തിൽ ഒരു ജൂനിയർ നിങ്ങളെ എടുത്തിരിക്കുകയാണ് കുറച്ച് ടിപ്സും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഡിസൈൻ ആസ്പിരന്റ് എന്തൊക്കെയായിരിക്കും പറഞ്ഞു കൊടുക്കാനുണ്ടാവുക? ഒന്നാമത് ഇന്ന് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ജൂനിയേഴ്സ് നമ്മളെ അടുത്ത് വന്ന് ചോദിക്കണ്ടായി എങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. അവരൊക്കെ വളരെ സ്ട്രെസ്ഡ് ആയിട്ടാണ് ഇത് വന്ന് ചോദിക്കുന്നത്. കാരണം ഇവരുടെ ഒക്കെ മൈൻഡിൽ ആദ്യം ഈ നീറ്റ് എന്നുള്ള മരത്തെ മട്ടിലാണ് പഠിക്കേണ്ടതെന്നാണ് അവർ വിചാരം. പക്ഷെ എന്താ പറയുക, എനിക്ക് അവരുടെ അടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ടെൻഷൻ തീരെ വേണ്ട. ടെൻഷൻ അടിച്ചാൽ ഈ ഒരു എക്സാം കയ്യിൽ നിന്ന് പോകും. കാരണം എത്രത്തോളം കാമായിരിക്കാൻ പറ്റുമോ അതാണ് കീ പോയിന്റ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പ്രാക്ടീസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഏറ്റവും കാമായിട്ടിരിക്കുക, സ്ട്രെസ് ഒന്നും എടുക്കാണ്ടിരിക്കുക. എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ തന്നെ നമ്മളിപ്പം സ്റ്റേറ്റ് വിട്ടൊരു സ്ഥലത്ത് പോയിട്ട് എക്സാം എഴുതുകയാണെന്ന് വെച്ചോ. എനിക്കൊക്കെ ഉണ്ടായ അനുഭവം അതാ. ഞങ്ങൾക്കിപ്പോൾ NID മെയിൻസ് എഴുതാൻ പോയപ്പോൾ ബാംഗ്ലൂർ പോയപ്പോൾ അവിടെ ഒരുപാട് സ്ഥലത്തു നിന്നുള്ള ആൾക്കാരെ കണ്ടപ്പോഴത്തേക്കും പെട്ടെന്നൊരു വേവലാതിയായി. ആ ഒരു ടെൻഷൻ അത് പയ്യെ മറികടന്നു. കാരണം ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. അപ്പോൾ ഒരുമിച്ച് പോയതിനെ കൊണ്ട് ആ ഒരു ടെൻഷൻ ഇല്ലാണ്ടായി. ടെൻഷൻ അഥവാ വന്നിരുന്നെങ്കിൽ ആ എക്സാം കയ്യിൽ നിന്ന് പോയേനെ. സോ ടെൻഷൻ അവോയ്ഡ് ചെയ്യാതാണ് ആദ്യത്തെ പോയിന്റ്. നിങ്ങൾ പിന്നെയുള്ള ഫസ്റ്റ് തന്നെ ഈ ജൂനിയേഴ്സ് വരുമ്പോൾ ഇവർ ഇപ്പുറത്തെ ആൾക്കാരെല്ലാം വർക്ക് കമ്പയർ ചെയ്യും, സ്വന്തം വർക്കുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. അപ്പം അത് ചിലപ്പോൾ ഒരു സ്ട്രെസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം കുറച്ച് നല്ല റിയലിസ്റ്റിക് ആയിട്ട് വരക്കുന്ന ആൾ കണ്ടാൽ ചിലപ്പോൾ എനിക്ക് പറ്റുന്നില്ലല്ലോ അങ്ങനെ ഒരു തോട്ട് വരും. പക്ഷെ ഇതെല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ശരിക്കും ഡിസൈൻ ലെവലിൽ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡ്രോയിങ്സ് ആവശ്യമില്ല. അവിടെ ടെക്നിക്കാലിറ്റിയും നല്ല ഐഡിയാസും കോൺസെപ്റ്റും ആണുള്ളത്. അപ്പോൾ ഇവർക്ക് മെയിനായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരെ പ്രോസസ്സ് ട്രസ്റ്റ് ചെയ്യുക, അവരെ വർക്ക് ട്രസ്റ്റ് ചെയ്യുക. അപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിൽക്കുക. ഇങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നീറ്റും ചെയ്തിട്ട് ഇത് കമ്പയർ ചെയ്യാനേ പറ്റില്ല. എൻ്റെ ഒരു കളർഫുൾ ജേണി. അതായത് ഒരുപാട് എക്സാംസും കാര്യങ്ങളൊക്കെ അതിൻ്റെ വഴി പോകും. പക്ഷെ അത് മാത്രമല്ലല്ലോ വേണ്ടേ നമുക്ക്. ഇത് അങ്ങനത്തെ ഒരു എക്സാം അല്ല. നമ്മൾ ആർട്ടോവ ഉണ്ടാവും, ഓണം സെലിബ്രേഷൻസ് ഉണ്ടാവും. അതൊക്കെ ഇതിൽ വലിയ കാര്യം. ഇപ്പോൾ ഓണത്തിന് നമ്മൾ ഒരുപാട് ഇപ്പോൾ നമ്മൾ മൾട്ടിവേഴ്സ് അങ്ങനത്തെ പോലത്തെ ഒരുപാട് കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു NID അല്ലെങ്കിൽ നിഫ്റ്റിന്റെ ഒക്കെ ഒരു സ്റ്റുഡിയോ അല്ലെങ്കിൽ സിറ്റുവേഷൻ ടെസ്റ്റിന്റെ കൂടി ഒരു വേറെ രീതിയിലൊക്കെ ഒരു പ്രിപ്പറേഷൻ കൂടിയാണ്. കാരണം നമ്മൾ ഒരുപാട് ഹാൻഡ് മെയ്ഡ് സംഭവങ്ങൾ ഉണ്ടാക്കി, ഓരോ മാവേലിന്റെ കോസ്റ്റ്യൂം ഉണ്ടാക്കി, അതിന്റെ സെറ്റ് ഉണ്ടാക്കി. അപ്പോൾ ഇത് ഒരു സെലിബ്രേഷൻസ് മിസ് ചെയ്യരുതെന്ന് ഞാൻ ആദ്യം പറയാം. ഒരു കോമ്പറ്റീഷൻസ് മിസ് ചെയ്യരുത്, ഒരു സെലിബ്രേഷൻസ് മിസ് ചെയ്യരുത്. അതൊരു നമ്മൾ അടിച്ചു പൊളിച്ചങ്ങ് പഠിച്ചു പോവാം. സെലിബ്രേഷനിലൂടെ നിങ്ങൾക്ക് ശരിക്കും ഡിസൈൻ്റെ ടാസ്കുകൾ തന്നെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്, കോമ്പറ്റുകൾ തന്നെയാണ് കിട്ടിയത്.
അതിനിടയ്ക്ക് ആർട്ടോവ എന്നൊരു ടേം യൂസ് ചെയ്തു. എന്താണെന്നൊന്ന് പറഞ്ഞു കൊടുക്കാമോ? ആർട്ടോവ എന്തായിരുന്നു? ആർട്ടോവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് ഒത്തൊരുമിച്ചിട്ട് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ള. നമുക്കിപ്പോൾ ആർട്ടോവാസിൽ നമുക്ക് 1-2 ആർട്ടോവാസ് കഴിഞ്ഞിരുന്നു. ഓരോന്നിനും ഓരോ എയിമും അല്ലെങ്കിൽ പ്രോംപ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ പ്രോംപ്റ്റ് നമുക്കൊരു ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമുക്ക് കിട്ടിയിരുന്നത്. അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്ന മാതിരത്തെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തുക. അപ്പൊ അതിൽ ഇത്രയും ഞങ്ങൾ തിങ്കിൽ വന്നപ്പോൾ തന്നെയുള്ള ഇത്രയും ക്രിയേറ്റീവ് മൈൻഡ്സ് ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു ആൻസർ ആയിട്ടാണ് ഞങ്ങളത് ചെയ്തിരുന്നത്. അപ്പോൾ അത് എല്ലാവരുടെയും ഇൻവോൾവ്മെന്റ് ഉണ്ടാവണം. അത് ഇങ്ങനത്തെ ആർട്ടോമായിട്ടുള്ള പരിപാടികളൊന്നും മിസ്സാകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒക്ടോബർ തന്നെ തിങ്ക്ടോബർ എന്നൊരു മറ്റൊരു ആക്ടിവിറ്റി തിങ്ക് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ? ഒക്ടോബർ മന്ത് മുഴുവനായിട്ട് നമ്മൾ ഓരോ ദിവസവും ഓരോ പ്രോംപ്റ്റ് വരുന്നത്. ആ ഒരു 1 മന്ത് ഈ പ്രോംപ്റ്റുകളുടെ ഒരു ഫ്ലോ ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 2500 രൂപ വരെ ഉണ്ടായിരുന്നു. അതായത് ഓരോ ദിവസവും പ്രൈസും ഉണ്ടായിരുന്നു. ആ ദിവസം നല്ലൊരു എമൗണ്ട് പ്രൈസും ഉണ്ടായിരുന്നു. ഒരു പ്രോംപ്റ്റ് ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ അത് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ട് തിങ്കിനെ മെൻഷൻ ചെയ്യാം. അപ്പോൾ നല്ലൊരു വർക്ക് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യും. അപ്പം അത് തിങ്കിന്റെ പുറത്തുള്ള സ്റ്റുഡൻസിനും കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അത് നല്ലൊരു എന്താ പറയുക ഡിസൈൻ അല്ലെങ്കിൽ ആർട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പ്രോത്സാഹനം പോലെയാണ്. ഫുൾ മന്ത് ഓരോ ക്വസ്റ്റ്യൻ ചെയ്യല്ലേ, ഓരോ ദിവസം ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെയല്ലേ. അപ്പൊ അത് വളരെ ഒരു ഹെൽപ്ഫുൾ ആയിരുന്നു. ഒരുപാട് വർക്ക് നമ്മൾ കാണും സ്റ്റോറിയിൽ. ഇവര് വർക്ക് ചെയ്തപ്പോൾ തന്നെ അത് സ്റ്റോറി പോസ്റ്റ് ചെയ്യും. തിങ്കിന്റെ ആ ഒരു സ്റ്റോറി മൊത്തം ഭയങ്കര കളർഫുൾ വർക്ക് ആയിരിക്കും. കുറെ ഡിജിറ്റൽ ആർട്ട് ഉണ്ടാവും, കുറെ നമ്മൾ പേപ്പർ വർക്ക് ഉണ്ടാവും, കുറെ കളർ ഉണ്ടാവും. അത് ഭയങ്കര ഒരു ഫ്രീഡം ഉള്ള ക്വസ്റ്റ്യൻ. ഒരൊറ്റ പ്രോംപ്റ്റിന് തന്നെ കുറേ ആൾക്കാർ കുറേ പോലെയാണ് അത് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഐഡിയാസ് കുറേ അതിൽ നിന്ന് തന്നെ നമുക്ക് ക്രിയേറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന അതെ. ഇത്രയും ആക്ടിവിറ്റീസും നിങ്ങളുടെ ഹാർഡ് വർക്കും ടൈം സ്പെൻഡിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ടോപ്പ് റാങ്കിൽ എത്തിയതിനു ശേഷം എന്തായിരുന്നു റിയാക്ഷൻ? ഫസ്റ്റ് റിയാക്ഷൻ എക്സ്പെക്ട് ചെയ്തിരുന്നു ഈ ഒരു നമ്പർ? അതിൽ അത്രയ്ക്കൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഒരു ഗ്രൂപ്പാ. അപ്പോൾ അതിന് കൂടെ ചേർത്ത് ഒരു കാര്യം, ആദ്യം അഡ്മിഷൻ എടുക്കാൻ വന്ന ദിവസം എനിക്ക് ഓർമ്മയുണ്ട്. അതിലും സച്ചിനും കൂടെ എൻ്റെ മകനെ യൂസ് ചെയ്ത് മാത്രം മതി എന്നായിരുന്നു ആ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞത്. മറ്റു 2 കോഴ്സിനെ പറ്റി ഒന്നും പറയണ്ട, IIT പറ്റി മാത്രം പറഞ്ഞാൽ മതി എന്ന് തോന്നുന്നു. ആളെ IIT യൂസ് ചെയ്ത സെക്കൻഡ് റാങ്കും നേടി നിൽക്കുന്ന സമയത്ത് ഇനി പറയാം എന്തായിരുന്നു ഫസ്റ്റ് റിയാക്ഷൻ? അതായത് ഞാൻ പറഞ്ഞ നേരത്തെ തന്നെ ഞങ്ങളൊക്കെ ഒരു ഗ്രൂപ്പായിട്ടാണ് ഇരുന്നിരുന്നത്. അപ്പൊ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളതിൽ രാത്രി ഇങ്ങനെ ഈ റിസൾട്ട് വരുന്നതിനടുത്ത് ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. എന്താവെന്ന് ഒരു ഐഡിയ ഇല്ല, എല്ലാവർക്കും നല്ല ടെൻഷൻ ഉണ്ട്. കാരണം ഞാൻ അന്ന് ഉറങ്ങാന്ന് വെച്ചതായിരുന്നു. ഒരു 12:30 എങ്ങനെയാണ് റിസൾട്ട് വന്നത്. ഞാൻ അന്ന് ഉറങ്ങി പിറ്റേ ദിവസം എണീച്ച് നോക്കാന്നായിരുന്നു വിചാരിച്ചത്. അപ്പോ പിന്നെ ഒന്നും നോക്കിയില്ല. ഇവരൊക്കെ ഒരു റിസൾട്ട് ഒക്കെ കണ്ട് പിന്നെ കുറച്ച് സമാധാനിച്ച് എന്നിട്ട് ഞാൻ റിസൾട്ട് നോക്കി. കണ്ടപ്പോൾ നല്ല സന്തോഷമായി. അച്ഛനും അമ്മയും കിടന്നുറങ്ങിയിരുന്നു, അവർക്ക് അറിയില്ല റിസൾട്ട് വന്ന കാര്യം. ഞാൻ അപ്പടി അവിടേക്ക് പോയി, ഓരോ റൂമിൽ പോയി, ഓരോ വിളിച്ചെണീപ്പിച്ച് ഓരോരുത്തർ കാര്യങ്ങൾ അവതരിപ്പിച്ച് ഓരാകെ കണ്ണിന്നൊക്കെ വെള്ളം വരാൻ തുടങ്ങി. ആകെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവർക്കും നല്ല സന്തോഷമായി ശരിക്കും പറഞ്ഞാല്. തിങ്കിനുള്ള ഫസ്റ്റ് കോൾ എങ്ങനെയുണ്ടായിരുന്നു റിസൾട്ട് വന്നതിന് ശേഷം? ഫസ്റ്റ് ഫെബിൻ സാറാണ് മെസ്സേജ് അയച്ചത്. ഫെബിൻ സാർ വെച്ച് റിസൾട്ട് എന്തായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞ് ഇതാണ് റിസൾട്ട് വന്ന് ഞാൻ റിസൾട്ട് അയച്ചു കൊടുത്ത്. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ് IIT എന്ന് അയച്ച്. സന്തോഷം. അങ്ങനെ പിന്നെ സുനേന മിസ് വിളിച്ചു. എല്ലാവരുടെ അടുത്തും നല്ല അഭിപ്രായം തന്നെയായിരുന്നു. പിന്നെ തിങ്കിലേക്ക് വന്നപ്പോഴും അവരൊക്കെ നല്ല ഹാപ്പി ആയിട്ടാണ് റിസീവ് ചെയ്തത്. അന്ന് സക്സസ് സ്റ്റോറി വെച്ചുകൊണ്ട് ഒരു വീഡിയോ ഇറങ്ങിയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു റിയാക്ഷൻസ് ഒക്കെ? കൂട്ടുകാരൊക്കെ ഓരോ ഇൻസ്റ്റാ ഫീഡിൽ വന്നതാ. എന്നിട്ട് എനിക്ക് അയച്ചിട്ട് ഇത് ഈയല്ലേ ചോദിച്ച്. അതന്നെ അതെ, എല്ലാവർക്കും നല്ല ഹാപ്പി തന്നെ. ഓക്കെ, വിജേഷ് എന്താ വെച്ചാൽ ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. ഞാൻ കട്ട് ഓഫ് കഴിയും എന്ന് എനിക്കൊരു ഇതായിരുന്നു. പക്ഷേങ്കിൽ 44 റാങ്ക് ഒന്നും വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ ഞാൻ വീട്ടുകാരോടും പറഞ്ഞു അത് എക്സ്പെക്ടേഷൻ വേണ്ട. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഞാൻ റിസൾട്ട് വന്നപ്പോൾ ഫെബിൻ സാറിനാണ് അയച്ചു കൊടുത്തത്. അപ്പോൾ മൂപ്പര് വല്ലാണ്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൂപ്പര് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഉറങ്ങുമ്പോൾ അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ കിട്ടിയത്. അപ്പം അമ്മേനെ ഷോക്കായിരുന്നു ആദ്യം മനസ്സിലായില്ല. രാവിലെ പറഞ്ഞപ്പോഴാണ് അമ്മ വിചാരിച്ച സ്വപ്നം കണ്ടാണ്. അപ്പോൾ രാവിലെ പറഞ്ഞപ്പോഴാണ് ഇങ്ങനെയാണ് അവസ്ഥ എന്ന് പറഞ്ഞാൽ. അച്ഛനും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അച്ഛൻ IIT എന്ന് പറഞ്ഞാൽ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടെ അഡ്മിഷൻ കിട്ടിയപ്പോൾ
ചെറിയ കാര്യമല്ല. അപ്പോൾ ഐ ബ്രാൻഡാണ്. എനിക്ക് ഞാൻ എന്നെ മെയിൻസ് ചെയ്ത് വന്ന സമയത്ത് പാട്ടും പാടി എഴുതി. അതായത് അത്ര എനിക്ക് ഭയങ്കര സിമ്പിളായിരുന്നു മെയിൻസ്. അപ്പോൾ ഇറങ്ങി വന്ന സമയത്ത് പക്ഷെ എനിക്ക് എൻ്റെ മൈൻഡിൽ എന്നെ കിട്ടും ഉറപ്പായിരുന്നു. പക്ഷെ ഞാൻ അഹമ്മദാബാദ് ഞാൻ ഒരിക്കലും സ്വപ്നം പോലും കണ്ടിട്ടില്ല. അതൊന്നും നമുക്ക് പറഞ്ഞിട്ടില്ല. അതല്ല അങ്ങനെ ഞാൻ യൂട്യൂബ് നോക്കിയ സമയത്തൊക്കെ ഫുള്ള് ആസാമോ അല്ലെങ്കിൽ ഹരിയാന അങ്ങനെ അതൊക്കെ നോക്കിയത്. ഞാൻ അഹമ്മദാബാദിലേക്ക് അങ്ങനെ പോയിട്ടില്ല. അപ്പോ വന്നപ്പോ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അച്ഛനും ഞാൻ ചാച്ച വിളിച്ചിട്ട് കേക്ക് കൊണ്ടുവരാൻ ഞാൻ തന്നെ വിളിച്ച് കേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. നല്ല എക്സ്പീരിയൻസ്. എനിക്ക് പറഞ്ഞ പോലെ ഞാൻ ഈ ആസാം ഭോപ്പാലൊക്കെ കിട്ടുന്ന വിചാരിച്ചേക്ക. ഞാൻ എന്നിട്ട് ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു റിസൾട്ട് വന്നപ്പോൾ. ഞാൻ റിസൾട്ട് നോക്കിയപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എന്താ ഇത്ര 2 ഡിജിറ്റ് ഒക്കെ വന്നത് ഞാനിങ്ങനെ ആലോചിച്ചു. എന്നിട്ട് ഞാൻ എൻ്റെ പാരൻസിനെയും ബ്രദറിനൊക്കെ വിളിച്ചു. അപ്പോൾ ഇവരൊക്കെ അറിയായിരുന്നു. ദേ ആർ നോട്ട് സർപ്രൈസ്. ഇവരൊക്കെ കിട്ടുന്ന അറിയായിരുന്നു. ഓക്കെ അങ്ങനെയായിരുന്നു. ഫ്രണ്ട്സിന്റെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? എല്ലാവരും സെയിം ഇതേപോലെ പറഞ്ഞ വി ന്യൂ യു കുഡ് ഡു ഇറ്റ് അങ്ങനെയായിരുന്നു. ഓക്കെ. യാ ദാറ്റ് വാസ് വെരി നൈസ്. എനിക്ക് പറഞ്ഞാൽ ആദ്യം UCയുടെ ആയിരുന്നല്ലോ റിസൾട്ട് വന്നത്. ഇപ്പോൾ 12 മണിക്ക് വരും എന്നറിയാം. പക്ഷെ ടെൻഷനായിട്ട് ഞാൻ നോക്കിയില്ല. ഞാൻ ഉറങ്ങിയിട്ട് ഉറക്കം വരുന്നില്ല. പിന്നൊരു 4 മണിക്ക് നീച്ചു. അപ്പം ആദ്യം മെസ്സേജ് അയച്ചിട്ടുണ്ട് റിസൾട്ട് വന്ന് നോക്കിയോ. ഞാൻ നോക്കി. അപ്പോഴേക്ക് 4th റാങ്ക് ഉണ്ടായിരുന്നു. ഞാൻ ഇത് എൻ്റെ തന്നെ ആണോ? ഞാൻ പിന്നെയും നോക്കി. അപ്പോൾ പിന്നെ മനസ്സിലായി എൻ്റെ തന്നെയാണ്. ഞാൻ പിന്നെ പാരൻസിനൊന്നും പറഞ്ഞില്ല. ഞാൻ നാളെ രാവിലെ പറഞ്ഞു. അപ്പോൾ ഒക്കെ ഹാപ്പിയായി. പിന്നെ NID വന്നപ്പോഴും ഇതേപോലെ ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ഞാൻ പ്രിലിംസ് എനിക്ക് 23 ആയിരുന്നു. പിന്നെ ഞാൻ മെയിൻസ് എഴുതിയപ്പോൾ ഞാൻ വിചാരിച്ചു അത് പോയി. ഞാൻ ഒരു ക്വസ്റ്റ്യൻ വിട്ട് ഞാൻ ഒരു പറയും വിചാരിച്ചു ചെയ്യാൻ. ഞാൻ വിട്ട് നിന്നിട്ട് എന്തൊക്കെയോ വരച്ച് ഇട്ട് പോന്നതാണ്. അപ്പം തീരെ പ്രതീക്ഷിച്ചില്ല അത് കിട്ടുന്നു. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ അതിൽ 13. അപ്പോൾ ഫെബിൻ സാറാണ് വിളിച്ചത്. റിസൾട്ട് വന്ന് നോക്കി ചോദിച്ചു. ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ഞാൻ നോക്കിയിട്ട് എന്നിട്ട് സാറിനെ അയച്ചെടുത്തു. സാറ് കൺഗ്രാജുലേഷൻ, ഇനി എവിടെ പോണത്? പിന്നെ അത് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. IIT പോണോ അഹമ്മദാബാദ് പോണോ? വിളിച്ചിട്ട് പറയൂ എടാ എന്താ ഒരാഴ്ച ഇതന്നെ NIT പോണോ അല്ല NIT പോണോ IIT പോണോ? NID എന്ന് പറയുമ്പോ NID ആണല്ലോ, IIT എന്ന് പറയുമ്പോ IIT ആണല്ലോ. ഇതന്നെ ഒരാഴ്ച ഫുള്ള് ഇതന്നെ പറഞ്ഞോണ്ടിരിക്കും. അത് ലാസ്റ്റ് നമ്മളിങ്ങനെ വിളിച്ചോണ്ടിരിക്കുമ്പോ തന്നെ ChatGPT നോക്കും. എന്തൊക്കെ എങ്ങനെയൊക്കെ NID-യിൽ എന്തൊക്കെ അപ്പം പറഞ്ഞു. പിന്നെ നമ്മള് കുറെ NIDസിന് നമ്മളെ ക്ലാസ് എടുക്കാൻ വന്ന കുറെ NIDസിനെ വിളിച്ച് കോൺഫറൻസ് ഒക്കെ ഇട്ടിരുന്നില്ല രാത്രി. അങ്ങനെ ലാസ്റ്റ് തീരുമാനിച്ചു IIT എടുത്തു. ആവശ്യം എപ്പോഴും ഞെട്ടിച്ചോണ്ടിരിക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് ഓർമ്മ അറിയില്ല, നമ്മുടെ ഒരു ഓണം സെലിബ്രേഷൻ ഇടയിൽ ആവശ്യത്തിന് പെർഫോമൻസ് ഒന്ന് റീകോൾ ചെയ്യാൻ പറ്റുമോ മൊമെന്റിനെ? അവർ എക്സ്പെക്ട് ചെയ്തില്ല. അവസാനം ആരും ഇല്ലാത്തത് ഇവനെ വിളിച്ചു പെർഫോം ചെയ്യാൻ. അപ്പം ആരും എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷെ ഞങ്ങളെ ക്ലാസ്സിൽ ഇതിനു മുമ്പ് ചെയ്തിരുന്നു, ഞങ്ങൾക്കറിയാം. അപ്പം ആവശ്യം വന്നപ്പോൾ തന്നെ ഭയങ്കര വരവേൽപ്പ് തന്നെയായിരുന്നു. അപ്പോൾ കത്തിച്ചെന്നെ മൊത്തത്തിൽ കത്തിച്ചു വിട്ടു റിസൾട്ടിനോ. ഇനി എല്ലാവർക്കും ആ ഒരു കേസിൽ എല്ലാവർക്കും എൻ്റെ ഹാർഡ് വർക്ക് കൺഗ്രാജുലേഷൻസ്. ഇപ്പം ഞാൻ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കുകയാണ്. നമ്മൾ തുടങ്ങിയത് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് തിങ്കിലേക്ക് വരും മുമ്പ് എന്തായിരുന്നു നിങ്ങളുടെ ഒരു മൂഡ് എന്നായിരുന്നു? ഇപ്പോൾ ഈ റിസൾട്ട് വന്ന് ഈ ഒരു സ്കോർ നേടിക്കൊണ്ട് ഈ ഒരു വിജയത്തിനരികെ നിൽക്കുമ്പോൾ ഒരു വർഷം ബാക്കിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ, നിങ്ങൾ പോകാൻ അങ്ങനെ ഒരു സാഹചര്യം കിട്ടുവാണെങ്കിൽ, അവസരം വന്നാൽ എന്തായിരിക്കും ആ ദിവസത്തിൽ നിങ്ങൾക്ക് പറയാണ്ടായിരുന്നു? ഈ റിസൾട്ട് വന്നതിന് ശേഷം ഒരു 1 year ബാക്കിലേക്ക് പോകാനുള്ള അവസരം കിട്ടിയാൽ എന്തായിരിക്കും നിങ്ങളോട് പറയുക? അതിപ്പോ ഹരി തുടക്കത്തിലേ പറഞ്ഞ മാതിരി തന്നെ ആരുമായിട്ട് കമ്പയർ ചെയ്യാൻ നിൽക്കരുത്. സ്വന്തം വർക്കിൽ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യാൻ നിൽക്കുക. സെൽഫ് ഇംപ്രൂവ്മെൻ്റ് ആണ് ഫസ്റ്റ് പ്രയോറിറ്റി. നമ്മൾ മറ്റുള്ളവരുടെ വർക്ക്സ് കണ്ട് അതിൽ നിന്ന് നല്ല ക്വാളിറ്റീസ് നമ്മളുടെ വർക്കിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതായിരിക്കും ഞാൻ എൻ്റെ അടുത്ത് തന്നെ പറയാം. അപ്പോൾ ട്രസ്റ്റ് ചെയ്യുക, നമ്മളെ തന്നെ ട്രസ്റ്റ് ചെയ്യുക. ആകെ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് നമ്മളെ വർക്ക് വേണം. നമ്മൾ ഇന്നലത്തേനേക്കാൾ ബെറ്റർ ആവാൻ നോക്കുക ഓരോ ദിവസവും. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും, പക്ഷെ അതൊന്നും നമ്മളെ തലയെടുക്കുക. നമുക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ പ്രശ്നങ്ങൾ നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കില്ല, നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്യും. ബെറ്റർ ആയിക്കൊണ്ടേയിരിക്കുക. ഇപ്പോൾ ക്ലാസ്സിൽ ഫെബിൻ സാർ ഒരു വർക്ക് വന്നു വെച്ചോ, അപ്പോൾ എല്ലാവരും നന്നായി ചെയ്യും. അപ്പോൾ ഞാൻ എല്ലാവരും ചെയ്യും, എല്ലാവരും ഞാൻ ചെന്ന് നോക്കും. അപ്പോൾ എൻ്റെ ഇതിൽ എന്താണോ കുറവ് എന്ന് ഞാൻ എപ്പോഴും ചെക്ക് ചെയ്യും. പിന്നെ ആരെങ്കിലും ഭയങ്കരമായിട്ട് നന്നായി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അടുത്തതിൽ എനിക്ക് ബെറ്റർ ആക്കണം. ഞാനതെപ്പോഴും അതിനെ നമുക്ക് വേണമെങ്കിൽ കോമ്പറ്റീഷൻ പറയാം. ഞാൻ അതിനെ നല്ല രീതിയിൽ അത് കാണണം.
അപ്പോൾ ഇന്റർ ബ്രാഞ്ച് എക്സാമിൽ എനിക്കിപ്പോൾ മാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ വെറുതെ ഇരിക്കില്ല. ഞാൻ വെറുതെ ഇരിക്കില്ല. ഞാൻ സത്യം. പോവും, പഠിക്കും. എന്താ ഞാൻ ലാസ്റ്റത്തെ ടൈമിൽ ഫുള്ള് ഫസ്റ്റ് പേജിൽ തന്നെ ഞാൻ നിൽക്കാൻ വിചാരിച്ചു, അങ്ങനെ നിന്നുണ്ടായിരുന്നു. അതൊന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ വെറുതെ ഇരിക്കും. ഞാൻ വർക്ക് ചെയ്തിട്ട് തന്നെ കിട്ടിയത്. അത് നല്ല, അത് വേണം. ഹെൽത്തി കോമ്പറ്റീഷൻ വേണം. കോമ്പറ്റേറ്റീവ് മൈൻഡ് വേണം. തിരുത്താൻ ഞാൻ ഇത്ര ടെൻഷൻ അടിക്കാനൊന്നുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നാണ്. ജസ്റ്റ് കോൺഫിഡൻസ് പോകണ്ടൊക്കെ നല്ലോണം വർക്ക് ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആണ്. എനിക്കിതുപോലെ തന്നെ ടെൻഷൻ വേണ്ടിയിരുന്നില്ല. എനിക്ക് തുടക്കത്തിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ മനസ്സിലായി ഇതിന് ടെൻഷൻ്റെ ആവശ്യമില്ല, ഇത് നീറ്റല്ല, ഇത് ചെയ്യല്ല, ആ ഒരു വൈബിൽ അങ്ങനെ പോയാൽ മതി. സോ തിങ്ക് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരു സ്പേസ് പറയുകയാണെങ്കിൽ, ഒരു നമ്പർ പറയുകയാണെങ്കിൽ നിങ്ങളുടെ വിജയത്തിൽ എവിടെയായിരിക്കും സ്ഥാനം? ക്വസ്റ്റ്യൻ ഉണ്ടോ? അല്ലെങ്കിൽ സെക്കൻഡ്. സ്വന്തം എഫേർട്ട് കഴിഞ്ഞാൽ പിന്നെ തിങ്കിൻ്റെ എഫേർട്ടാണ് ഫുള്ള്. തിങ്കിൻ്റെ പിന്തുണ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഞാൻ ഈ ഒരു സെക്കൻഡ് റാങ്ക് കിട്ടുമെന്ന്. കാരണം ഈ ഫാക്കൽറ്റീസ് ആണെങ്കിലും എല്ലാവരും നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ടിപ്സോ കാര്യങ്ങളോ വേണമെങ്കിൽ അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവരപ്പം തന്നെ ഒരു കുഴപ്പമില്ലാണ്ട് അവർ പറഞ്ഞു തരും. പിന്നെ ഈ എക്സാമിന് നമ്മളെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളതിന് അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മൾ വേൾഡിനെ കാണുന്നത് തന്നെ മാറും മൊത്തത്തിൽ. ഞാനിപ്പോൾ ഒരു സിനിമ പോസ്റ്റർ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കോമ്പോസിഷൻ കൊള്ളാം, ഇതിൻ്റെ കളർ സ്കീം കൊള്ളാം, അല്ലെങ്കിൽ നമ്മളെല്ലാ ഡിസൈനർ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു പോയിന്റ് ഓഫ് വ്യൂലാണ് കാണാം. അതിന് അത് വേണം. ഒരു ആസ് എ ഡിസൈനർ നമുക്ക് അങ്ങനത്തെ ഒരു എല്ലാ കാര്യത്തിനും ആ ഒരു പെർസ്പെക്റ്റീവിൽ കാണൽ നിർബന്ധം. എനിക്കും പറയാന്ന് വെച്ചാൽ സെക്കൻഡ് അല്ലെ ഫസ്റ്റ് പ്രയോറിറ്റി തന്നെ കൊടുക്കാം തിങ്കിന്. അപ്പോൾ ഒന്നാമത് അവിടുത്തെ ഫാക്കൽറ്റീസ്, മെൻറ്റേഴ്സ് എല്ലാവരും ഭയങ്കര ഇൻഫ്ലുവൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അവരെ സപ്പോർട്ട് ഇല്ലെങ്കിൽ എനിക്ക് റാങ്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല, അത് സത്യമാണ്. അപ്പോൾ നമ്മളെ ലോ പോയിന്റ് വരെ നമുക്ക് പേഴ്സണലായിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അവിടുത്തെ മെൻറ്റേഴ്സും ടീച്ചേഴ്സും നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറുതല്ല ഓരോന്ന്. നല്ലൊരു ക്യാമ്പസ് ലൈഫ് ആയിരുന്നു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതിന് മുമ്പായിട്ട് ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ എക്സ്പീരിയൻസിനോട് നിങ്ങൾക്ക് എന്താണ് പറയുന്നത്? ഡിസൈൻ അഥവാ നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരിക്കലും മറ്റുള്ളവർ പറയുന്ന ബോധേഡ് ആവരുത്. നീറ്റ് എന്ന ദിശയിലേക്കൊന്നും പോകാനേ ശ്രമിക്കരുത്. നിങ്ങൾ സ്ട്രൈവ് ചെയ്യുക, കുറച്ച് അച്ഛനെ അമ്മേനെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ തന്നെ നോക്കുക. കാരണം നിങ്ങളുടെ പാഷൻ അതാണെങ്കിൽ ചൂസ് ദാറ്റ്. അതെനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ ക്രിയേറ്റീവായിട്ടുള്ള മീഡിയത്തിലോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള നിങ്ങൾക്ക് പേഴ്സ്യൂ ചെയ്യാൻ ആഗ്രഹം ക്രിയേറ്റിവിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായൊരു പ്രൊഫഷനാണ് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പം അത് നിങ്ങൾക്ക് സ്കില്ലുണ്ട്, എല്ലാതും നിങ്ങൾ ചൂസ് ചെയ്യില്ല. അപ്പോൾ ആ സ്കില്ല് വിശ്വസിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവും. സെയിം പോലെ നിങ്ങളൊരു ക്രിയേറ്റീവ് ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ഇന്ന് ഇന്ത്യയിൽ കയറാൻ പറ്റുന്ന ഏറ്റവും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് NID എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ സ്കില്ല് അവിടെ പോളിഷ് ചെയ്യാം. അപ്പോൾ നിങ്ങളതിന് എഫേർട്ട് എടുക്കുക. നിങ്ങളിപ്പോൾ പാരൻസ് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങൾ ചിലപ്പോൾ ഡിമോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവരുടെ മുന്നിൽ നിങ്ങൾ സക്സസ്ഫുൾ ആയി കാണിച്ചു കൊടുക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരു പാഷനാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയുകയാണെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ആ വർക്ക് എന്തായാലും അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അത് വേറെ ആര് പറയുന്ന നോക്കാണ്ട് സ്വന്തമായിട്ട് വർക്ക് ചെയ്യുക. ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ബിലീവ് ഇൻ യുവർ സെൽഫ്, വർക്ക് ചെയ്യുക, എന്തായാലും അതിൻ്റെ റിസൾട്ട് കിട്ടും. ഇവരെല്ലാം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം എടുക്കുക. നിങ്ങൾക്ക് ഈ ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു ഫീൽഡാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതന്നെ ചൂസ് ചെയ്യാം. താങ്ക് യു ഓൾ. നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ IITസിലെല്ലാം പോയി തിരികെ വാ. അവിടുത്തെ എക്സ്പീരിയൻസ് ആയിട്ട് നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് എക്സ്പീരിയൻസ് എല്ലാം ഷെയർ ചെയ്യാം. സോ താങ്ക് യു ഗൈസ്. താങ്ക് യു.